പ്രവർത്തനങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 നില ക്ഷേത്രത്തിന്റെ 3 നിലകളും പൂർത്തിയായിരിക്കുന്നു. മുകളിൽ മകുടം, താഴികക്കുടം സ്ഥാപിച്ചിരിക്കുന്നു. അതിന് മുകളിലാണ് 11 അടി ഉയരത്തിലുള്ള ധ്വജം ഉയരുക എന്നുള്ളതാണ്. അതായത് നിരവധിയായ ഉപദേവതകളുണ്ട് എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 3 നിലകളായി 161 അടി ഉയരമാണ് ക്ഷേത്രത്തിന്. ഭൂമിയുടെ വടക്ക് ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ആ താഴത്തെ നിലയിലാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ, അതായത് ശ്രീരാമന്റെ ശൈശവകാലത്തെ സങ്കല്പമാണ് അത്. 1-ാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബവും ഹനുമാനുമാണ് ഉണ്ടാവുക. ശ്രീകോവിൽ ഗർഭഗൃഹം എന്ന സംവിധാനം കൂടി അവിടെയുണ്ട്. പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത നിറമുള്ള മക്രാന മാർബിളുകൾ പാകിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കരകൗശല വേലകൾക്കായും നിരവധിയായ പ്രത്യേകതയുള്ള മാർബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നാണ് ഈ മാർബിളുകൾ എത്തിച്ചത്. ഭരത്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാൻഡ്സ്റ്റോണുകൾ പാകിയ തറ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനായി മാത്രം 4.7 ലക്ഷം ക്യൂബിക് അടി സാൻഡ്സ്റ്റോൺ വേണ്ടിവന്നു. മൊത്തം 44 വാതിലുകളാണ് ക്ഷേത്രത്തിനുള്ളത്. താഴത്തെ നിലയിൽ 18 വാതിലുകളുണ്ട്. ഈ വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്ക് ഉരുപ്പടികൾ മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ചതാണ്. ശ്രീകോവിലുകളിലെ 14 വാതിലുകൾ, ശ്രീകോവിലടക്കം 14 വാതിലുകളിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. തിരുവനന്തപുരത്തു നിന്നുള്ള ശില്പികളുടെ പങ്കാളിത്തം ഈ സ്വർണം പൂശൽ ഉണ്ടായിരുന്നുവെന്നാണ് നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നത് കൂടി ചേർത്ത്, അതായത് ഉത്തരേന്ത്യൻ രീതിയിലല്ല, നമ്മുടെ ദക്ഷിണേന്ത്യൻ രീതിയിൽ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 7 ഉപക്ഷേത്രങ്ങളുണ്ട് സജിത്ത് ഈ ക്ഷേത്രത്തിന് ചുറ്റും. അത് വാൽമീകിയുണ്ട്, വസിഷ്ഠനുണ്ട്, വിശ്വാമിത്രനുണ്ട്, അഗസ്ത്യനുണ്ട്, നിഷാദ രാജാവുണ്ട്, ശബരിയുണ്ട്, അഹല്യ എന്നിങ്ങനെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുണ്ട്. ഒപ്പം ജഡായുവിന്റെ ഒരു പ്രതിമയും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഈ ക്ഷേത്രം കണ്ടു മടങ്ങിയത് ഈ 2 വർഷത്തിനുള്ളിൽ 60 കോടി തീർത്ഥാടകരാണ് എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിടുന്ന കണക്ക്. അതായത് അയോധ്യ എന്നത് രാജ്യത്തിന് ഏറ്റവും വലിയ ഒരു ക്ഷേത്ര നഗരിയായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തീർത്ഥാടനം നടത്തുന്ന ഒരു നഗരിയായി അയോധ്യ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഉത്തർപ്രദേശ് സംബന്ധിച്ചിടത്തോളം മാറിയിരിക്കുകയാണ്. അതായത് പ്രതിദിനം 2-2.5 ലക്ഷം ആളുകൾ വന്നു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു അത്ഭുതം, ഇതിന്റെ ഒരു പ്രഭാവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതനുസരിച്ചുള്ള ദർശന സമയത്തിനും ക്രമീകരണം ഉണ്ടായിരിക്കുന്നു. കാരണം നേരത്തെ 15 മണിക്കൂർ മാത്രമായിരുന്നു ദർശന സമയമെങ്കിൽ ഇപ്പോൾ 17 മണിക്കൂറിലേക്ക് അത് വർദ്ധിപ്പിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതായത് ഒരു ഭക്തൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു കുടുംബം ഇവിടെ ദർശനത്തിന് വന്നാൽ വളരെ സുഗമമായി അവർക്ക് അകത്തു കയറി ദർശനം നടത്തി, ക്യൂ കോംപ്ലക്സുകളൊക്കെ വളരെയുണ്ട്, വളരെ കൃത്യമായി തന്നെ വളരെ പെട്ടെന്ന് ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ദർശനം നടത്തി മടങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. നമ്മൾക്ക് അനുഭവേദ്യമായ ഒരു കാര്യം കൂടിയാണ്, നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്നത്. എത്ര വലിയ തിരക്കുണ്ടായാൽ പോലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗഡ് കൺട്രോൾ സിസ്റ്റം ഇവിടെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടുകളിൽ മറ്റും കാണുന്ന സുരക്ഷാ ക്രമീകരണം പോലെ തന്നെ വളരെ കനത്ത സുരക്ഷാ ക്രമീകരണത്തിലൂടെയാണ് ക്ഷേത്ര ദർശനം. അവിടെയും 3 തലങ്ങളിലുള്ള പരിശോധന അകത്തുണ്ട്. മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ, ഒപ്പം ക്യാമറകളോ മൊബൈൽ ഫോണോ സ്മാർട്ട് വാച്ചുകളോ പേഴ്സുകളോ ഒന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈവൻ ഒരു ചെരുപ്പ് പോലും ക്ഷേത്രത്തിൽ കടക്കാൻ സാധിക്കില്ല. ഇതൊക്കെ സൂക്ഷിക്കാനായി ലോക്കർ സിസ്റ്റം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ലോക്കറുകളിൽ സുരക്ഷിതമായി നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് കൈമാറാം. താക്കോൽ നമ്മളുടെ കയ്യിൽ തരും, ഈ ലോക്കറിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തരും. അതിനുശേഷം ചെല്ലുമ്പോൾ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വാങ്ങി മടങ്ങാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആധുനിക സംവിധാനങ്ങൾ, ഏത് തരത്തിലുള്ള സംവിധാനങ്ങളെയും വെല്ലുന്ന തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള വളർച്ച ഈ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് താനും സൈറ്റ്. അതാണ് സാഹചര്യം. എന്തായാലും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചത്. പൂർണ്ണമായും ഭാരതീയ വാസ്തു നിർമ്മിതിയുടെ എല്ലാ സവിശേഷതകളും പ്രകടമാകുന്ന ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി ധ്വജാരോഹണത്തിന് വേണ്ടി എത്തിച്ചേരുകയാണ്. ക്ഷേത്രത്തിൻ്റെ മകുടത്തിനും മുകളിലായിട്ടാണ് ധ്വജം സ്ഥാപിക്കുന്നത്. അവിടേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ്. നേരത്തെ പ്രാൺ പ്രതിഷ്ഠാ സമയത്തും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമായിരുന്നു ഏറ്റവും പ്രത്യേകതയുള്ളത്. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അത് വലിയ ആഘോഷമാവുകയാണ്. ഒപ്പം വലിയ സുരക്ഷയുണ്ട്. കാരണം ആ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും അവിടെ ഒരുക്കിയിട്ടില്ല എന്നതാണ് സാഹചര്യം. പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ മറ്റാർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല. മാധ്യമങ്ങളുടെ അടക്കം പ്രവേശനത്തിന് വലിയ അകലം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ റോഡ് ഷോ അടുത്ത് വരികയാണ്, ക്ഷേത്രത്തിന് സമീപത്തേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അയോധ്യ ഈ
ക്ഷേത്രത്തിലേക്ക് നേരിട്ടല്ല എത്തുന്നത് പ്രധാനമന്ത്രി. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശന പരിപാടികൾ എങ്ങനെയാണ്? ഇപ്പോൾ അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും ഉള്ള യാത്രയിലാണ്, അങ്ങനെയല്ലേ? വിമാനത്താവളമല്ല സൈത്ത്, വിമാനത്താവളത്തിലേക്ക് പോയിട്ടില്ല. അയോധ്യ വിമാനത്താവളം നമുക്ക് ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ സാക്കേത് എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള ഒരു കോളേജുണ്ട്, ഒരു PG കോളേജാണത്. അവിടെയാണ് പ്രത്യേക ഹെലിപ്പാഡ് സംവിധാനം തയ്യാറാക്കിയിരുന്നത്. ആ ഹെലിപ്പാഡ് സംവിധാനത്തിലാണ് അദ്ദേഹം വന്ന് ഇറങ്ങിയത്. അതിനുശേഷം അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്കുള്ളത്. ആ പ്രദേശത്തെ ഒരു റോഡ് ഷോ എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ആദ്യം വരിക ഈ ഹനുമാൻഗറിയിലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഹനുമാൻഗഡി എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. ഹനുമാന്റെ ക്ഷേത്രം വലിയ ക്ഷേത്രമാണ്. അവിടെയും നമുക്കറിയാം അയോധ്യയിലെത്തുന്ന വിശ്വാസികളൊക്കെ ഹനുമാൻഗഡിയിൽ എത്തിയ ശേഷമാകും മടങ്ങുക. ഹനുമാൻഗഡിയിലേക്ക് അദ്ദേഹം ആദ്യം എത്തിച്ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമാകും ഈ ക്ഷേത്രത്തിലേക്ക്, തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോവുക. ഒരുപക്ഷെ ഈ പ്രശാന്ത് കാണിക്കുന്ന ക്യാമറ ദൃശ്യങ്ങളിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ റോഡ് ഷോ ഇതിലേ കൂടെ കടന്നു പോകാം. ഈ ഹനുമാൻഗഡിയിലേക്ക് പോകാനുള്ള പ്രധാന പാതകളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ക്ഷേത്രത്തിനടുത്തേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തൂടി കടന്ന് ഹനുമാൻഗഡിയിലെത്തി ഹനുമാൻഗഡിയിൽ ദർശനം നടത്തിയതിന് ശേഷമാകും ഒരുപക്ഷെ അയോധ്യയിലേക്ക് രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരുന്നത്. അവിടെയാണ് പിന്നീട് ചടങ്ങിന് മുൻപ് 11:58-നും 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 10:26 ആയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ ചടങ്ങിന് മുമ്പായിരിക്കണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെയുള്ള ശില്പികളെയും അവിടുത്തെ നിർമ്മാണ തൊഴിലാളികളെയും ഒപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിദഗ്ധരെയും മറ്റും കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് കനത്ത സുരക്ഷ, ആ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയാണ്. അത്തരത്തിലുള്ള വലിയ സുരക്ഷ, ഓരോ കെട്ടിടങ്ങളും ഉയരമുള്ള കെട്ടിടങ്ങൾ, ഒപ്പം മറ്റു പ്രദേശങ്ങളൊക്കെ ATSന്റെ നിയന്ത്രണത്തിലാണ്, ആന്റി ടെറർ സ്ക്വാഡ് നിയന്ത്രണത്തിലാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. ആ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന തൊട്ടപ്പുറത്താണ് ഈ ഹനുമാൻ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കുള്ള നിരീക്ഷണമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹെലികോപ്റ്ററുകൾ ചുറ്റും വലയം വെക്കുന്നുണ്ട്. പൂർണ്ണമായും ആകാശവും ഭൂമിയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലും നിയന്ത്രണത്തിലുമാണ് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആദ്യം മുതൽ തന്നെ ഇന്നലെയും സുരക്ഷ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ട്രയൽ റൺ അടക്കം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത സുരക്ഷയാണ്. ഒരു തരത്തിലുമുള്ള പഴുത് ഉണ്ടാകാൻ സാഹചര്യമില്ല. പ്രത്യേകിച്ചും ഡൽഹി സ്ഫോടനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രാവിലെ വരെയുള്ള അറിവനുസരിച്ച് ഈ പരിപാടിക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. 7000 VVIP പാസുകൾ, അത് QR കോഡ് ഉപയോഗിച്ച് മാത്രം ക്ഷേത്രത്തിന്റെ ആ പരിപാടി നടക്കുന്ന പ്രദേശത്തേക്ക് കടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള QR കോഡ് ഉപയോഗിച്ച് മാത്രമാണ് ഈ പ്രവേശനം, അത്തരത്തിലുള്ള പാസുകൾ മാത്രമാണ് വിതരണം ചെയ്തിരിക്കുന്നത്. അവർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടാകുക. ഏതായാലും 11:58-നും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിന് മുൻപാകും ഒരുപക്ഷെ ഈ നിർമ്മാണ തൊഴിലാളികളെയും മറ്റും കാണുക. പൊതുയോഗത്തിൽ അദ്ദേഹം ഈ VVIPസിനെ പങ്കെടുക്കുന്ന അതിഥികളുമായി ആശയവിനിമയം നടത്തുകയും പൊതുയോഗത്തിൽ സംസാരിക്കുകയും ചെയ്യും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള പ്രൗഢഗംഭീരമായ ഈ പരിപാടി ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതനുസരിച്ചുള്ള സന്നാഹങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൈത, യെസ് രഞ്ജിത്ത്, എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രധാനമന്ത്രി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിച്ചേരും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം.